നമസ്കാരം. ജമ്മു ആൻഡ് കാശ്മീർ ഓപ്പറേഷൻ ത്രാഷി എന്ന് പേരിട്ട ഒരു സൈനിക ദൗത്യത്തിൽ നമ്മുടെ ഭാരത സൈന്യം വൻ വിജയം കൈവരിച്ച വാർത്ത ഏവരും ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാകും. തത്വമയി ന്യൂസ് തന്നെ ആ വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ ഓപ്പറേഷൻ ത്രാഷിയിൽ ഭാരതീയ സൈന്യത്തിൻ്റെ വൻ നേട്ടമെന്ന് പറയാവുന്നത് 7 പാകിസ്ഥാൻ ഇസ്ലാമിക ഭീകരരെ ഇല്ലാതാക്കി. അതിൽ തന്നെ പ്രധാനമായി സൈഫുള്ള എന്നുള്ള ജയ്ഷെ മുഹമ്മദിൻ്റെ സൈന്യത്തിൻ്റെ പ്രധാന കമാൻഡറെ ഭാരതീയ സൈന്യം വധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സൈഫുള്ള ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 7 വർഷങ്ങളായി പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക ഭീകരനാണ്. ജയ്ഷെ മുഹമ്മദിൻ്റെ ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമാൻഡർമാരിൽ പ്രമുഖനാണ് ഈ സൈഫുള്ള. സൈഫുള്ളയുടെ ഒരു പ്രധാന പ്രവർത്തന മേഖല പീർപാഞ്ചാലിൻ്റെ തെക്ക് വശം, പീർപാഞ്ചാൽ പ്രദേശത്തിൻ്റെ തെക്ക് വശമായിരുന്നു. അപ്പോൾ ആ പ്രദേശങ്ങളിൽ യുവാക്കളെ മനപരിവർത്തനം നടത്തി ഭീകരവാദത്തിലേക്ക് ആകർഷിച്ച് കൂടുതൽ ഭീകരവാദികളെ സൃഷ്ടിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങൾ കശ്മീരൊട്ടാകെ അഴിച്ചുവിടുക, ജമ്മുവിലേക്കും അത് വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു സൈഫുള്ള നടത്തിക്കൊണ്ടിരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ. ഒപ്പം തന്നെ ജൂലൈ 2024 സൈനിക വ്യൂഹത്തിന് നേരെയുള്ള ഒരു ആക്രമണം നടത്തുകയും 4 സൈനികരുടെ വീരമൃത്യുവിന് കാരണമായ ഒരു ഭീകരനും കൂടിയാണ് ഈ സൈഫുള്ള. തന്നെയുമല്ല, 17 തവണ ഭാരതീയ സൈന്യത്തിൻ്റെ വെടിയുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ട, എൻകൗണ്ടർ ശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഭീകരവാദി കൂടിയായിരുന്നു സൈഫുള്ള. അത്തരത്തിലുള്ള ഒരു ഭീകരനെയാണ് ഈ മേഖലയിൽ ഓപ്പറേഷൻ ത്രാഷിയിലൂടെ ഭാരത സൈന്യം ഇല്ലാതാക്കിയിരിക്കുന്നു. അപ്പോൾ ഭാരതീയ സൈന്യമെന്ന് ഞാൻ പറയുമ്പോൾ ഇത് ഭാരതീയ സൈന്യത്തിൻ്റെ വൈറ്റ് നൈറ്റ് യൂണിറ്റ്, CRPFകാർ, ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് സേന, ഇവരുടെ എല്ലാം ഒരു സംയുക്ത ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ ത്രാഷി. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കഴിഞ്ഞ 12 ദിവസങ്ങളായി ഇത് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നത് സംബന്ധിച്ച് ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്ന് മാത്രം. 326 ദിവസങ്ങളായി കാലാവസ്ഥ കഠിനമായി നിലനിൽക്കുന്ന ഒരു മേഖലയിൽ, വർഷത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും അതികഠിനമായ കാലാവസ്ഥ നിലനിൽക്കുന്ന രൂക്ഷമായ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമായൊരു കാര്യം മാത്രമാണ് അവിടെ. അതുമാത്രമല്ല, ഇത്തരത്തിലൊരു വളരെ പ്രാധാന്യമുള്ളൊരു സൈനിക ദൗത്യം നടക്കുമ്പോൾ ആശയവിനിമയം നടത്തുവാനുള്ള ഉപകരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഉപകരണങ്ങൾ ചിലപ്പോൾ നിന്ന നിപ്പിൽ നിശ്ചലമായി പോകുന്ന തരത്തിൽ രൂക്ഷമായൊരു കാലാവസ്ഥയാണ് ഈ മേഖലകളിൽ നിലനിൽക്കുന്നത്. അതും ജനവാസ പ്രദേശങ്ങളിൽ നിന്ന് ഈ ഭീകരന്മാർ വനത്തിനുള്ളിലേക്ക് പിൻവലിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കാലാവസ്ഥയും ഭൂപ്രകൃതിയും കൂടുതൽ രൂക്ഷവും പ്രതികൂലവുമായി മാറുന്നൊരവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളുകൾ ഇവരെ തിരഞ്ഞു പിടിച്ച് ഒരു ഭാഗത്തേക്ക് ഒതുക്കി വളഞ്ഞ് വധിക്കുവാനുള്ള സമയം സൈന്യമെടുത്തത്. തന്നെയുമല്ല, സൈന്യത്തിന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സാധാരണ ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ യാതൊരു തരത്തിലുള്ള ഹാനിയും സംഭവിക്കരുത് ഈ ഓപ്പറേഷനുകൾ നടക്കുമ്പോൾ. അതുകൂടി കൊണ്ടാണ് 326 ദിവസം വളരെ സൂക്ഷ്മതയോടെ, ക്ഷമയോടെ, അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി, ആ സാങ്കേതിക ഉപകരണങ്ങൾ നിശ്ചലമാകുന്ന സമയത്ത് മൃഗങ്ങളുടെ സഹായത്തോടുകൂടി, K9 യൂണിറ്റിൻ്റെ സഹായത്തോടുകൂടി, ആ K9 യൂണിറ്റിലേക്ക് വരാം, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ അഭിമാനം തോന്നുന്നൊരു വസ്തുതയാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാകും, എന്നാലും നമ്മളും പരാമർശിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളും മണം പിടിക്കാനുള്ള സ്നിഫർ ഡോഗ്സിൻ്റെ സഹായവും എല്ലാം തേടി അത്തരത്തിലൂടെ വളരെ ക്ഷമയോടെ സൂക്ഷ്മതയോടെ ഈ ദൗത്യം ഭാരതീയ സൈന്യം അവസാനിപ്പിച്ചപ്പോൾ എന്തായാലും സൈഫുള്ളയും അയാളോടൊപ്പം ഉണ്ടായിരുന്ന 6 പ്രധാനപ്പെട്ട ഭീകരവാദികളും ഇസ്ലാമിക ഭീകരവാദികളും ഹൊറിഫൈഡായി. ഇനി നമുക്ക് K9 യൂണിറ്റിലേക്ക് വരാം. സെക്കൻഡ് പാരാ യൂണിറ്റിലെ ടൈസൺ എന്നുള്ള ഒരു ജർമ്മൻ ഷെപ്പേർഡ് നായ, ആ നായയായിരുന്നു ഈ ദൗത്യത്തിൽ, സൈനിക ദൗത്യത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു ജീവൻ. സൈഫുള്ളയും അയാളുടെ സഹഭീകരവാദികളും ഒളിച്ചിരുന്ന പ്രദേശം കൃത്യമായി കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് മുന്നേറുന്നതിനിടെ കനത്ത വെടിവെപ്പുണ്ടാവുകയും അവരുടെ ഭാഗത്തു നിന്ന് ഭീകരവാദികൾ കനത്ത വെടിവെപ്പ് സൈന്യത്തിന് നേരെ തുടങ്ങുകയും ആ വെടിവെപ്പിൽ കാലിൽ വെടിയേറ്റിട്ട് പോലും
ഇഴഞ്ഞ് ക്രോൾ ചെയ്യുക എന്ന് പറയുമല്ലോ, ഈ ഒരു മുന്നോട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ നീങ്ങുന്ന രീതിയിൽ കൃത്യമായ അവരുടെ സ്ഥാനങ്ങൾ സൈന്യത്തിന് കാണിച്ചു കൊടുത്ത് അവന്മാരെ ഹോറിഫൈഡ് ആക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ടൈസൺ ഒരു ദൃശ്യം, ആ ദൃശ്യത്തിൻ്റെ കോപ്പിറൈറ്റ് ഉള്ളത് കാരണം നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കില്ല, വെടിയേറ്റ് ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കാലുകൾ കെട്ടി നടന്നു വരുന്ന ഒരു ദൃശ്യമുണ്ടായിരുന്നു. അത് കോപ്പിറൈറ്റിൻ്റെ ഒരു അനുവാദം ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ ദൃശ്യം പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ദൃശ്യം കണ്ടപ്പോൾ വ്യക്തിപരമായി എനിക്കുണ്ടായൊരു വികാരം, നമ്മുടെ സ്ഫടികത്തിൽ ആടുതോമ കുറ്റിക്കാടൻ, പുലിക്കോടൻ എന്നാണ്, കുറ്റിക്കാടൻ പോലീസ് ഓഫീസറെ ഇടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ രാജൻ പി ദേവ് ചോദിക്കില്ലേ, എടാ തോമാച്ചാ നല്ലവണ്ണം കൊടുത്തോടാ, ചവിട്ടി അവൻ്റെ അണ്ണാകത്ത് കയറ്റിയിട്ടുണ്ട് എന്നോ മറ്റൊരു ഡയലോഗ് പറഞ്ഞിട്ട് പോയില്ലേ, ആ ഡയലോഗാണ് കേട്ടിട്ടുള്ളത്. ടൈസാ മോനെ എല്ലാത്തിനെയും ശരിയാക്കി, എല്ലാത്തിനെയും ഹോറിഫൈഡ് ആക്കിയിട്ടുണ്ട് സാർ എന്നുള്ള രീതിയിൽ തലയുയർത്തി അവൻ്റെ ഒരു നടന്ന് വരവുണ്ടായിരുന്നു. അത് കാണുമ്പോൾ സത്യത്തിൽ അഭിമാനം തോന്നിപ്പോവും. സാധ്യമായ വേഗത്തിൽ ആ ദൃശ്യം പ്രേക്ഷകരുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കുവാൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും അതൊന്ന് വിവരിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ ടൈസൻ്റെ കാര്യം കൗതുകകരമായ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഈ സൈഫുള്ള ഹോറിഫൈഡ് ആയല്ലോ. ഈ ഹോറിഫൈഡ് ആയ സൈഫുള്ള 7 വർഷങ്ങളായി ഭാരതീയ സൈന്യം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇയാളുടെ തലയ്ക്ക് വില പറഞ്ഞിരുന്നു, ഒരു പാരിതോഷികം കൽപ്പിച്ചിരുന്നു. ആദ്യം 7 ലക്ഷം രൂപ, അതായത് അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് 7 ലക്ഷം രൂപ, ജീവനോടെയോ അല്ലാതെയോ ഇയാളെ പിടിക്കുവാൻ സഹായിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ, 7 അല്ല 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ഒരു പാരിതോഷികത്തിൻ്റെ ഒരു ശ്രേണിയായിരുന്നു ഇയാളുടെ മേൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ പാരിതോഷികത്തിൻ്റെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം RP നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയുധ പരിശീലകനായിരുന്ന മൊയ്തുദ്ദീൻ കുട്ടിയെ UAE-യിൽ നിന്ന് പൊക്കിയെടുത്ത് ഭാരതത്തിലെത്തിച്ചൊരു വാർത്ത. അതിൻ്റെ ഉള്ളുകള്ളികളെക്കുറിച്ച് RP പ്രേക്ഷകരുമായി വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ആ വാർത്തയിൽ പറയുന്ന മൊയ്തുദ്ദീൻ കുട്ടിയുടെ തലയ്ക്ക് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ മൊയ്തുദ്ദീൻ കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് പറഞ്ഞിരുന്നത് 7 ലക്ഷം രൂപയായിരുന്നു. ആലോചിക്കുക, ജമ്മു ആൻഡ് കാശ്മീരിലെ ഏറ്റവും വലിയ ഭീകരവാദികളിൽ ഒരാളായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരവാദ സംഘടനയുടെ കമാൻഡർമാരിൽ ഒരാളായിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദി സൈഫുള്ളയ്ക്ക് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് ഇനാം 5 ലക്ഷം രൂപയാണ്. മൊയ്തുദ്ദീൻ കുട്ടിക്ക് 7 ലക്ഷം രൂപ. അക്കാര്യത്തിലും കേരളം നമ്പർ 1 തന്നെയെന്ന് പറയാതിരിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ഒരു കാര്യം, ഒരു താരതമ്യം ചെയ്യുക, അതും ഒരു കൗതുകകരമായിരിക്കും. ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികളെക്കാൾ ഭീകരവാദികളായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരും. കേരളം ആസ്ഥാനമാക്കി, കേരളത്തെ ഒരു അവരുടെ ആസ്ഥാനമാക്കി തന്നെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകരവാദികളും എന്നുള്ള കാര്യത്തിൽ ഭാരതീയ സൈന്യത്തിനോ അല്ലെങ്കിൽ ഭാരതത്തിലെ അന്വേഷണ ഏജൻസികൾക്കോ പോലും സംശയമില്ല എന്നുള്ള കാര്യം സത്യമാണ്. അത് തെളിയിക്കുന്നു. അത്തരത്തിലുള്ള കൗതുകത്തിൽ കേരളം നമ്പർ 1 ആണെന്ന് നാം അഭിമാനിക്കണോ അതോ അപമാനത്താൽ തല താഴ്ത്തണോ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നാം എല്ലാവരും. മലയാളിടാ, കേരളം നമ്പർ 1 അല്ലാതെ എന്ത് പറയാൻ. അപ്പോൾ മൊയ്തുദ്ദീൻ കുട്ടിയെപ്പോലുള്ള ആയുധ പരിശീലകരും ഇസ്ലാമിക ഭീകരവാദികളും എത്രയും പെട്ടെന്ന് സൈഫുള്ളയുടെ അടുത്തെത്തി ഹോറിഫൈഡ് ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.